ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ പിന്നിട്ടു. കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം. ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് നടൻ ജയറാം പറഞ്ഞു. തന്നെ ക്ഷണിച്ചവർക്ക് എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ പുറത്തുവരട്ടെ എന്നും ജയറാം വ്യക്തമാക്കി. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പൂജ കാര്യങ്ങൾ ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട് ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ. SS ശരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ജയറാമിനുണ്ടോ എന്നതിലാണ് ഇ ഡിയുടെ അന്വേഷണം. ഇതിൽ നേരത്തെ ജയറാം പറഞ്ഞിരുന്നത് ഒരു 100 രൂപ ദക്ഷിണയുടെ കാര്യം മാത്രമായിരുന്നു. അതിൽ ഒരു വ്യക്തത വരുത്തണം ഇ ഡിക്ക്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ജയറാം അതിന് ചോദ്യം ചെയ്യലിലേക്ക് കയറുന്നതിന് മുൻപ് പ്രതികരിച്ചത് സത്യം പുറത്തു വരട്ടെ, വെളിച്ചത്ത് വരട്ടെ, പറയാനുള്ളതെല്ലാം പറയുമെന്നുള്ളതാണ്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ശ്രുതി, ജയറാമിന്റെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നേരത്തെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. അതിനുശേഷം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സത്യം പുറത്തു വരണം. ആ തട്ടിപ്പിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ വിവരങ്ങളും പുറത്തു വരണം. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇ ഡിക്ക് മൊഴിയായി നൽകുമെന്നുള്ളതാണ്. എന്തായാലും നേരത്തെ SITക്ക് മുന്നിൽ അദ്ദേഹം നൽകിയിരുന്ന മൊഴി തന്നെയാണ് അദ്ദേഹം ഇ ഡിയോടും ആവർത്തിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യം തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ല, മറിച്ച് ചെന്നൈയിലെ വീട്ടിലേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ എത്തിച്ച് പൂജിക്കുന്ന സമയത്ത് ദക്ഷിണയായിട്ട് 100 രൂപ നൽകുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. അതിൽ ഇ ഡിക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മറ്റ് 2 ഇടങ്ങളിൽ കൂടി ജയറാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ കട്ടിളപ്പാളികൾ എത്തിച്ച് പൂജിക്കുന്ന സമയത്ത് ജയറാമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ തന്നെ കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ ഘോഷയാത്രയുടെ ഭാഗമായി ജയറാം എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലിലേക്ക് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ഇപ്പോൾ ജയറാമിന്റെ ചോദ്യം ചെയ്യൽ മാത്രമല്ല, ഒരു വശത്ത് ഇടനിലക്കാരായ കൽപേശിന്റെ ചോദ്യം ചെയ്യലും പുരോഗമിക്കുകയാണെന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ കൽപേശിനെ SIT ചോദ്യം ചെയ്തിരുന്നതാണ്. അതിനുശേഷം സാക്ഷിയാക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി SIT കടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൽപേശിന് എന്തൊക്കെ ഇടപാടുകളാണുള്ളതെന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് അത് സ്വർണം വേർതിരിച്ച ശേഷം പിന്നീട് ജ്വല്ലറി ഉടമയായ, അതായത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനാണ് അത് കൈമാറുന്നത്. അത് ഈ കൽപേശ് മുഖേനയാണ് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ, അതായത് ഈ സ്വർണം വേർതിരിച്ച ശേഷം ഈ സ്വർണം ആർക്കൊക്കെ കൈമാറി, അതിന്റെ മറവിൽ നടന്ന ഇടപാടുകൾ എന്തെന്നൊക്കെ കാര്യത്തിൽ ഈ കൽപേശിന്റെ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തത വരുത്താൻ അത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ഇ ഡി ഉള്ളത്. ഓക്കെ, ഇ ഡിയുടെ ചോദ്യമുനയിലാണ് ജയറാം ഇപ്പോൾ ഉള്ളത്. 2 മണിക്കൂറായി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒപ്പം കൽപേഷിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. SS ശരനാണ് വിശദാംശങ്ങൾ നൽകിയത്.